കടമെടുപ്പ് വിഷയത്തിൽ കേന്ദ്രവും കേരളവും നിലപാടുകളിൽ ഉറച്ചു നിന്നതോടെ കേസിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. നിബന്ധനകളോടെ 5000 കോടി രൂപ നൽകാമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ നിബന്ധനകൾ ബാലു? ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കേരളത്തിന് 5000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാമെന്നായിരുന്നു ഇന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നത്. അതിന് ചില നിബന്ധനകൾ കേന്ദ്രം പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5000 കോടി രൂപ അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസങ്ങൾക്കുള്ളിൽ ഈ 9 മാസങ്ങളിൽ അവർ കണക്കാക്കും, അതായത് അതിൽ ആ തുക കടമെടുപ്പ് പരിധിയിൽ കണക്കാക്കുമെന്നതായിരുന്നു ആദ്യത്തെ കാര്യം. രണ്ടാമത്, കേരളം പരമാവധി ചെലവുകൾ ചുരുക്കേണ്ട ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കണം എന്നതാണ്. ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന പ്ലാൻ ബി എന്താണ്, ഈ വരുമാന സ്രോതസ് കൂട്ടുന്നതിനുള്ള പ്ലാൻ ബി എന്താണെന്ന് ഇതിനെ സംബന്ധിച്ച് കേന്ദ്രത്തിന് കൃത്യമായ വിവരം നൽകണമെന്നും കേന്ദ്രം ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിന് അടുത്ത സാമ്പത്തിക വർഷം ഈ അനുമതി നൽകുകയാണെങ്കിൽ അഡ്ഹോക് കടമെടുപ്പിന് അനുമതി നൽകില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കി ചെയ്തു. എന്തൊക്കെയാണ് കേന്ദ്രം ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത്? കേന്ദ്രം പ്രധാനമായും പറഞ്ഞത് ഈ കേരളത്തിന് കൂടുതൽ ഇളവ് നൽകാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. കാരണം അങ്ങനെ നൽകുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടി വരും. ഈ കേരളം ആവശ്യപ്പെടുന്നത് 15000 കോടിയാണ്. അത് നൽകാൻ കഴിയാത്തതിൻ്റെ കാരണം കേന്ദ്രം ഇന്ന് വിശദീകരിച്ചിരുന്നു. അതിന് പറഞ്ഞത് 2024-25 സാമ്പത്തിക വർഷം കേരളത്തിന് ആകെ എടുക്കാൻ വേണ്ടി പറ്റുന്ന കടം ഏതാണ്ട് 33000 കോടി രൂപയാണ്. അതിൽ 2021-22 സാമ്പത്തിക വർഷത്തിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലൂടെ എടുത്ത 4700 കോടി രൂപ കുറയ്ക്കുമ്പോൾ പിന്നീട് വരുന്നത് 28,000 പരം കോടി രൂപയാണ്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസം എടുക്കാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ 75% 21,000 കോടി രൂപയെ അടുപ്പിച്ചാണ്. ഈ 15,000 കോടി ഇപ്പോൾ എടുക്കാൻ വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ അത് അടുത്ത വർഷം കുറയ്ക്കുമ്പോൾ, ആദ്യ 9 മാസം കുറയ്ക്കുമ്പോൾ പിന്നീട് ഉണ്ടാകുന്നത് വെറും 6,000 കോടിയാണ്. ആ 6,000 കോടി കൊണ്ട് കേരളത്തിന് അവരുടെ ചെലവുകൾ നടത്താൻ വേണ്ടി കഴിയില്ല. അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്നായിരുന്നു കേന്ദ്രം ഇന്ന് കോടതിയെ അറിയിച്ചത്. കേരളത്തിന്റെ നിലപാട് എന്തായിരുന്നു? കേരളം പറഞ്ഞത് തങ്ങൾക്ക് ഈ അവകാശപ്പെട്ട പണമാണ് ചോദിക്കുന്നത്, ഈ അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഔദാര്യമല്ല. ഏറ്റവും ചുരുങ്ങിയത് 10,000 കോടിയെങ്കിലും ഇപ്പോൾ അനുവദിക്കണം. പിന്നീട് സുപ്രീം കോടതി ഈ കേസ് കേൾക്കണം. കേട്ടതിന് ശേഷം തങ്ങൾക്കാണ് അവകാശപ്പെട്ടതെങ്കിൽ, തങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണെങ്കിൽ അത് തങ്ങൾക്ക് അനുവദിക്കുന്ന തരത്തിൽ ആകണം. അല്ലാതെ കേന്ദ്രം പറയുന്നത് പോലെ നിബന്ധനകളോടുകൂടി കടമെടുപ്പ് വേണ്ട എന്നുള്ളതായിരുന്നു കേരളം മുന്നോട്ട് വെച്ച കാര്യം.